പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. വിശുദ്ധ റമളാനിലെ രണ്ടാമത്തെ പ്രഭാതത്തിലാണ് നമ്മളുള്ളത്. റമളാൻ എന്തിനാണെന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരേ ഒരു ഉത്തരമാണ് ഉള്ളത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്നാണ്. റമളാനിൻ്റെ ഓരോ നിമിഷങ്ങളും നാം കൂടുതൽ കൂടുതൽ തഖ്വ സമ്പാദിക്കുന്നതിന് വേണ്ടി ആകണം. നമ്മുടെ എപ്പോഴുമുള്ള ലക്ഷ്യം അല്ലാഹു നമ്മിൽ നിന്ന് നമ്മുടെ അമലുകൾ സ്വീകരിക്കണം എന്നാകണം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം കഅബാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി അവിടുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന സൂറത്തുൽ ബഖറയുടെ 127-ാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട്. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണം. എന്നാൽ സൂറത്തുൽ മാഇദയുടെ 27-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അല്ലാഹു അമലുകൾ സ്വീകരിക്കുകയുള്ളൂ. നമ്മെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമായ ഒരു വാക്കാണ് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ എന്നുള്ളത്. അമല് ചെയ്യുമ്പോൾ ആ അമല് ഫിഖ്ഹിന്റെ നിയമമനുസരിച്ച് ശരിയാവലും അല്ലാഹുവിൻ്റെ ഖബൂലും രണ്ടും രണ്ടാണ്. ശരിയായി എന്നതുകൊണ്ട് മാത്രം അല്ലാഹു ഖബൂൽ ചെയ്തു കൊള്ളണം എന്നില്ല. ശരിയാകണമെങ്കിൽ അതിന് കർമ്മശാസ്ത്രം പറഞ്ഞ നിയമങ്ങൾ പാലിച്ചിരിക്കണം. ഖബൂൽ ചെയ്യണമെങ്കിൽ, സ്വീകരിച്ചിരിക്കണമെങ്കിൽ ആ ചെയ്യുന്നയാളുടെ ഖൽബ് ശുദ്ധിയായിരിക്കണം, മുത്തഖിയായിരിക്കണം. അതാണ് സൂറത്തുൽ മാഇദയുടെ 27-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുന്നത്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അറബി അറിയുന്നവർക്കറിയാം, ഇന്നമാ എന്ന് പറഞ്ഞാൽ അത് അത്രേ ഉള്ളൂ എന്നാണ്, അവരിൽ നിന്ന് മാത്രമേ സ്വീകരിക്കൂ എന്നാണ്. അതിൽ വേറെ ഒരു വാക്കില്ല. മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അല്ലാഹു സ്വീകരിക്കൂ എന്നാണ്. അപ്പൊ മുത്തഖിയാകണം നമ്മൾ, തഖ്വയുള്ളവരാകണം നമ്മൾ, ഭയഭക്തിയുള്ളവരാകണം നമ്മൾ. ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്നവരാകണം നമ്മൾ. അതിനാണ് നമുക്ക് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അൻ മഅന തഖ്വ, തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. മഹാനവറുകൾ പറഞ്ഞു, ഹിയൽ ഖൗഫു മിനൽ ജലീൽ, ജലീലായ അല്ലാഹുവിനെ ഭയപ്പെടുക. വൽ അമലു ബിത്തൻസീൽ, തൻസീൽ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ കലാമാകുന്ന ഖുർആൻ അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുക. വൽ ഖനാഅത്തു ബിൽ ഖലീൽ, കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുക. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സമ്പാദ്യം നമുക്കാവശ്യമാണെങ്കിലും, ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും സൗകര്യങ്ങളും നമുക്കാവശ്യമാണെങ്കിലും, ഹലാലും ഹറാമും നോക്കാതെ, അത്തരമൊരു ശ്രദ്ധയുമില്ലാതെ എന്തും വാരിപ്പിടിക്കുന്നതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയണം. വല്ലിസ്തിഅദാദു ലിയൗമിർ റഹീൽ, യാത്ര പോകുന്ന ദിവസത്തിന് വേണ്ടി തയ്യാറാകണം. മഹാനായ സയ്യിദുന അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, തഖ്വ എന്നാൽ അള്ളാഹുവിനെ ഭയപ്പെടലാണ്.
അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തലാണ്. കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കലാണ്. മരണത്തിനു വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കലാണ്. ബഹുമാനപ്പെട്ട സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, ബഹുമാനപ്പെട്ട മുത്തറഫ് എന്നവർ പറയുമായിരുന്നു, അല്ലാഹുമ്മ തഖബ്ബൽ മിന്നി സ്വലാത്ത യൗം, അല്ലാഹുവേ എന്റെ ഒരു ദിവസത്തെ നിസ്കാരമെങ്കിലും നീ എനിക്ക് സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നി സൗമ യൗം, എന്റെ ഒരു ദിവസത്തെ നോമ്പെങ്കിലും നീ എനിക്ക് സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അക്തുബ് ലീ ഹസനതൻ, ഒരു നന്മയെങ്കിലും എന്റെ നന്മയുടെ ഏടിൽ നീ രേഖപ്പെടുത്തണേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മഹാനവർകൾ പറയാറുണ്ടായിരുന്നു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, തഖ്വയോടെ ജീവിക്കാനും ജീവിതം നല്ല നിലയിൽ ചിട്ടപ്പെടുത്തി അള്ളാഹു പൊരുത്തപ്പെടുന്ന, അള്ളാഹു കബൂൽ ചെയ്യുന്ന ഇബാദുകളിൽ ഉൾപ്പെടാനും അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.